നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തിരുന്നത് തർത്തീലുകൂടെ കൂടുകയായിരുന്നു. തർത്തീൽ എന്ന് പറഞ്ഞാൽ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അവസാനത്തിൽ നിർത്തി അതിന്റെ ആശയങ്ങളെ ചിന്തിക്കാൻ മാത്രം സമയമെടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. അപ്പൊ അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞ എന്താണ്? വറത്തിലിൽ ഖുർആന തർത്തീല, നീ തർത്തീലായിക്കൊണ്ട്. തർത്തീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർത്തീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരായത്തിനെ മറ്റൊന്നിലേക്ക് ചേർത്താതെ ഓരോന്നും നിർത്തി അതിനെക്കുറിച്ച് ആലോചിക്കാനും ആശയം മനസ്സിലാക്കാനുമുള്ള ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തത്. എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹത്താ തകൂന അത്വല മിൻഹ, ഒരു സൂറത്ത് പാരായണം ചെയ്യാണ്. അപ്പൊ അതിനേക്കാൾ വലിപ്പമുള്ള, അതിനേക്കാൾ കൂടുതൽ ആയത്തുകളുള്ള ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നതിനേക്കാൾ സമയമെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അതിനെ ചെറിയൊരു സൂറത്ത് പാരായണം ചെയ്യും. ഇപ്പൊ 2 സൂറത്ത്, ഒന്ന് വലിയ സൂറത്താണ്, ഒന്ന് ചെറിയ സൂറത്താണ് വിചാരിക്കാം. ഈ ചെറിയ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ വലിയ സൂറത്തിനേക്കാൾ വലുതാണോ ഇത് എന്ന് തോന്നുമാറ് നിർത്തി ആലോചിച്ച് ചിന്തിച്ച് പാരായണം ചെയ്യുമായിരുന്നു. വൽ മഖ്സൂദു മിനൽ ഖുർആനി തദബ്ബുറുഹു വതഫഹ്ഹുമുഹു വൽ അമലു ബിഹി. കാരണം ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഖുർആൻ എന്തിനാ ഇറക്കിയിട്ടുള്ളത്? തദബ്ബുറുഹു, അത് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. വതഫഹ്ഹുമുഹു, അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വൽ അമലു ബിഹി, അതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യണം. അല്ലാതെ പാരായണം ചെയ്യുന്നതിന് പ്രതിഫലം ഉണ്ടാകും. പക്ഷേ ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം അതിന്റെ ആശയങ്ങളെ ഉറ്റാലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പാരായണം ചെയ്തിരുന്നത്. വതിലാവത്തുഹു വഹിഫ്ദുഹു വസീലത്തുൻ ഇലാ മആനിഹി. ഖുർആൻ പാരായണം ചെയ്യുന്നതും ഖുർആൻ ഹിഫ്ളാക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ആശയത്തെ, അർത്ഥത്തെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗം എന്ന നിലക്കാണ്. ഖുർആൻ പാരായണം ചെയ്യലല്ല ലക്ഷ്യം, ഖുർആൻ ഹിഫ്ളാക്കലല്ല ലക്ഷ്യം. എന്തിനാണ് ഹിഫ്ളും പാരായണം ചെയ്യുന്നത്? അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാനാണ്. കമാ ഖാല ബഅദു സലഫ്, സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ നസലൽ ഖുർആനു ലിയുഅമല ബിഹി ഫത്തഖദു തിലാവതഹു അമല. ഖുർആൻ ഇറങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ അതനുസരിച്ച് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളത് എന്ത് ചെയ്തു? അതിന്റെ പാരായണം ഒരു കർമ്മമായിട്ട് നിങ്ങളെടുത്ത് തെരഞ്ഞെടുത്തു. ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യൽ മാത്രമാണ് അതുകൊണ്ടുള്ള കർമ്മം എന്ന നിലക്ക് ആ ഖുർആനിന്റെ ആശയങ്ങളെ പഠിക്കാനോ പകർത്താനോ തയ്യാറാകാതെ പാരായണം മാത്രം ഒരു കർമ്മമായി എടുക്കുന്ന അവസ്ഥയുണ്ടായി. ഖാല ശുഅബ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാണ്, ഹദ്ദസന അബൂ ജുംറത ഖാല ഖുൽതു ലിബ്നി അബ്ബാസ്. അബൂ ജുംറ അദ്ദേഹം പറയാണ്, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ഇന്നി റജുലുൻ സരീഉൽ ഖിറാഅ. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോയി പറയാണ്, ഞാൻ വളരെ വേഗത്തിൽ ഖുർആൻ ഓതും, എനിക്ക് പെട്ടെന്ന് ഖുർആൻ ഓതാൻ പറ്റും. വറുബ്ബമാ ഖറഅതുൽ ഖുർആന ഫീ ലൈലത്തിൻ മറത്തൻ ഔ മറത്തൈൻ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഖുർആൻ ഒരു തവണയോ 2 തവണയോ ഞാൻ മുഴുവൻ ഓതി തീർക്കും. ഒരു ദിവസത്തിൽ തന്നെ 1 തവണയോ 2 തവണയോ ഖുർആൻ മുഴുവൻ ഞാൻ ഓതി തീർക്കാൻ എനിക്ക് പറ്റാറുണ്ട്, ഞാൻ അത്ര വേഗത്തിൽ ഓതുന്ന ആളാണെന്ന് പറഞ്ഞു. ഫഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ പറഞ്ഞു, ലഅൻ അഖ്റഅ സൂറത്തൻ വാഹിദതൻ അഅജബു ഇലയ്യ മിൻ അൻ അഫ്അല ദാലിക അല്ലദീ തഫ്അൽ. എനിക്ക് ഒരു സൂറത്ത് പാരായണം ചെയ്യലാണ് നീ ഇപ്പൊ ചെയ്യുന്ന പോലെ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള കാര്യം. ഒരു സൂറത്ത് ഒരു ദിവസത്തിൽ പാരായണം ചെയ്യുന്നതാണ് നീ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള കാര്യം. ഫൈൻ കുൻത ഫാഇലൻ വലാ ബുദ്. എന്താ ഉദ്ദേശം? എന്താണ്? ആ സൂറത്തിന്റെ ആശയം മനസ്സിലാക്കി ചിന്തിച്ച് പകർത്തി പാരായണം ചെയ്യലാണ് നീ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫൈൻ കുൻത ഫാഇലൻ വലാ ബുദ്, ഇനി നിനക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ, കുറെ ഖുർആൻ ഓതണം എന്നാണ് എന്നുണ്ടെങ്കിൽ, ഫഖറ ഖിറാഅതൻ തുസ്മിഉ ഉദ്നൈക, നീ നിന്റെ ചെവി കേൾക്കുന്ന, അഥവാ ചെവിയിൽ ഒരു കാര്യം കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആ രീതിയിൽ നീ പാരായണം ചെയ്യുക. നിന്റെ മനസ്സിന് നിനക്ക് കേൾക്കാനും നിന്റെ കൽബിൽ ചിന്തിക്കാനും പറ്റുന്ന, മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ നീ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞു. അതായത് ഖുർആൻ ഒരിക്കലും സഹോദരങ്ങളെ എത്ര പെട്ടെന്ന് ഓതി തീർക്കുന്നു അല്ലെങ്കിൽ എപ്പോ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിയ്യത്തിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അതിന്റെ ആശയത്തെ മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള സമയം എടുത്തുകൊണ്ടാണ്. അതുപോലെ വഖാല ഇബ്രാഹിം പറഞ്ഞ ഇബ്രാഹിം അൻ-നഖഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഖറഅ അൽഖമ എന്ന് പറഞ്ഞാലും അൽഖമ അൻ-നഖഈ, നഖഈ എന്ന് പറഞ്ഞാൽ യമനിൽ നിന്നുള്ള ആളുകളാണ്, യമനിലെ ഗോത്രമാണ്. അവർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരായിട്ട് വളർന്നവരാണ്. അപ്പോ അൽഖമയുടെ അടുക്കൽ ഖറഅ അൽഖമ അലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഒരിക്കൽ അൽഖമ ഇബ്നു മസ്ഊദിന്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്തു. ഫഖാല, അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റത്തിൽ ഫിദാക അബി വ ഉമ്മി ഫഇന്നഹു സൈനുൽ ഖുർആൻ. നീ തർത്തീലോട് കൂടി പാരായണം ചെയ്യുക, നീ വേഗത്തിൽ പാരായണം ചെയ്യേണ്ട, തർത്തീലോട് കൂടി പാരായണം ചെയ്യുക. അതാണ് ഖുർആന്റെ സൗന്ദര്യം.
അതാണ് ഖുർആനിന്റെ ഭംഗി എന്ന് ഓർമ്മിപ്പിച്ചു. വഖാല ഇബ്നു മസ്ഊദ്, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറ്റൊരു അസറിൽ കാണാം, ലാ തുഹദ്ദു അൽ ഖുർആന ഹാദ അശ്ശിഅർ, നിങ്ങൾ വല്ല കവിത പാടുന്നത് പോലെ ഖുർആനിനെ ഇങ്ങനെ രാഗത്തിൽ പാടി നടക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല, അത് ചെയ്യരുത്. വലാ തൻഫുറൂഹു നസ്റദ്ദഖൽ, ഒരു ഈന്തപ്പനയുടെ കുലയിൽ നിന്ന് അത് കുലുക്കി കളഞ്ഞാൽ ഈന്തപ്പന വീഴുന്നത് പോലെ ചറപറ എന്നുള്ള നിലയിലും നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യരുത്. വഖിഫു ഇൻദ അജാഇബിഹി, ഖുർആനിൽ നിങ്ങൾ ചിന്തിക്കേണ്ട അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിങ്ങൾ നിന്ന് ഉറ്റാലോചിക്കുക. വഹരികു ബിഹിൽ ഖുലൂബ്, അതാലോചിച്ച് കൽബിൽ മാറ്റമുണ്ടാക്കുക. വലാ യകുൻ ഹമ്മു അഹദികും ആഖിറ സൂറ, നിങ്ങളുടെ ഒരാളുടെയും ലക്ഷ്യമായി ഖുർആനിന്റെ അവസാനമാകണം എന്ന് നിങ്ങളുടെ ഒരാളുടെയും ലക്ഷ്യമാകരുത് എന്ന് പറഞ്ഞു. അതായത് വേഗം ഓതി തീർക്കണം, ഇത് തീർന്നിട്ട് വേണം അടുത്ത ഹത്തം തീർക്കാൻ. ചില ആളുകൾ കാണാം, ഞാൻ ഇത്ര ഹത്തം തീർത്തു, നല്ലതാണ്, തെറ്റാണ് എന്നല്ല പറയുന്നത്, പക്ഷേ ഖുർആൻ മനസ്സിലാക്കാനും ചിന്തിക്കാനും സമയമെടുത്തിട്ട് വേണം അത് ചെയ്യാൻ.